ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ പന്തലിന്റെ കാൽനാട്ടുകർമ്മം വി.ഡി. സതീശൻ എം.എൽ.എയും ടൈസൺ മാഷ് എം.എൽ.എയും ചേർന്ന് നിർവഹിച്ചു. ചെട്ടിക്കാട് പള്ളി നമുക്കറിയാം, നാട് മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപാട് പേർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇവിടെ താഴെയിറക്കി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് വിശ്വാസികൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ബലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ, വിവിധ മതസ്ഥരായ ആളുകൾ, വിവിധ മതസ്ഥരായ ആളുകൾ, ഞാനിവിടെ വരുമ്പോഴെല്ലാം വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നത്. എല്ലാവരുടെയും ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്ന തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള അധികം സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. പ്രിയങ്കരായ ശ്രീ ടൈസൺ മാഷിൻ്റെ സാന്നിധ്യവും, ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതന്മാരാണ്, നിയമസഭയിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് നേരിട്ട് മത്സരിക്കേണ്ടി വന്നു. അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മത്സരം തീരുമ്പോൾ ഞങ്ങളുടെ തമ്മിലുള്ള സൗഹൃദത്തിനൊരു പോറൽ പോലെ ഏൽക്കാതെ ഞങ്ങളത് കാത്തു സൂക്ഷിക്കും. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്, ഞാനും അത് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഒരു വാക്ക് പോലും പരസ്പരം വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായി അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെയൊക്കെയുള്ള സമയത്ത് മിക്കവാറും ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കയറാൻ കഴിയാത്ത തരത്തിലുള്ള ആളുകളാണ്, അത്രയും ആളുകളാണ് തടിച്ചു കൂടുന്നത്. എത്രയോ അകലിൽ നിന്നാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഫാദർ ഡൊമിനിക് ചിറയത്തുള്ള സമയം മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ പള്ളിയുടെ അതിൻ്റെ യശസ്സും അതിൻ്റെ പ്രത്യേകതയെല്ലാം സൂക്ഷിക്കാൻ നമ്മുടെ വികാരികൾ അതുപോലെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫാദർ ബെന്നി ഞങ്ങളെ സംബന്ധിച്ചൊരു കുടുംബാംഗമാണ്. അദ്ദേഹത്തിൻ്റെ അപ്പച്ചനും വീട്ടുകാരെല്ലാവരും വെച്ചാൽ ഞങ്ങളൊരു വാർഡുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. വളരെ അടുപ്പമുള്ള ബന്ധമാണ്. തീർച്ചയായും ഒരു സിൻസിയർ അപ്രോച്ച് എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ പട്ടം കിട്ടിയിട്ട് 30ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. ഇതുപോലത്തെ ഒരു ചടങ്ങിന് ഇവിടെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ കാൽനാട്ട് കർമ്മം നിർവഹിക്കാൻ വരുന്നത് മാത്രമായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അതിൽ കൂടെ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ തട്ടുന്ന മറ്റൊരു ചടങ്ങിന് കൂടി സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, പലതുകൊണ്ടും ഈ പർവ് വന്നു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 12 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം വി.ഡി. സതീശൻ എം.എൽ.എയും ടൈസൺ മാഷ് എം.എൽ.എയും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പൗരോഹിത്യ സ്വീകരണത്തിന്റെ 30 വർഷങ്ങൾ പിന്നിട്ട റെക്ടർ റവറൻ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിനെ ഇരുവരും ചേർന്ന് പൊന്നാട അണിയിച്ച് ആശംസകൾ നേർന്നു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. സനീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അച്ചുരഞ്ജൻ, വാർഡ് മെമ്പർ ജീന ബിജു എന്നിവർ സംസാരിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത്. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദൈവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹമുണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. വൈദികരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് തിരുനാളിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ 28 ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരുമെന്ന് റെക്ടർ റവറൻ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി എന്നിവർ അറിയിച്ചു.